ഞങ്ങൾ എത്രയൊക്കെ തോറ്റു തുന്നം പാടിയാലും ഞങ്ങളുടെ തെറ്റുകൾ മുഴുവൻ മറച്ചു വെക്കാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെയും ഞങ്ങൾ എതിർത്തുകൊണ്ടിരിക്കും. ഒരു ദിവസം മിനിമം 5 പേരെങ്കിലും വന്ന് നിങ്ങളെ എതിർക്കും. അതാണ് ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം. എന്തായാലും ഈ കുറ്റപ്പെടുത്തലുമായി ചെന്ന് പെട്ടത് സ്മൃതിയുടെ മുന്നിലാണ്. സ്മൃതി ഫ്രൈ ആക്കിയാണ് വിട്ടത്. എന്തിന്റെ ഫ്രൈ ആണെന്ന് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ മനസ്സിലാവും. കേട്ടാട്ടെ. ഈ പറഞ്ഞ വീര്യം കുറഞ്ഞ മദ്യം കുട്ടികളും സ്ത്രീകളും ഒക്കെ ജ്യൂസ് കുടിക്കുന്ന പോലെ കുടിക്കുമെന്ന് അങ്ങയുടെ വാചകമായിട്ട് തന്നെ ഞാൻ ഇവിടെ കേട്ടു. അങ്ങനെ ജ്യൂസ് കുടിക്കുന്ന പോലെ ബാറിലും ഈ പറഞ്ഞ ബെക്കോ ഔട്ട്ലെറ്റിലും അങ്ങ് വിൽക്കുകയും അവിടെ പോയി ജ്യൂസ് കുടിക്കാൻ വേണ്ടി കുട്ടികൾ പോകുമോ? കുട്ടികൾക്ക് മദ്യം വിൽക്കുന്നുണ്ടോ? എത്ര വയസ്സ് മുതലാണ് മദ്യം വിൽക്കുന്നത്? എത്ര വയസ്സുള്ളവർക്ക് മദ്യം വാങ്ങാം? നോക്ക്, കുട്ടികൾ നേരിട്ട് വാങ്ങണ്ടല്ലോ. ഇത് ഏതെല്ലാം തരത്തിൽ എന്ത് തരം പ്രതികരണമാണ് ശ്രീ പി രാജേഷ്? ഒരു മിനിറ്റ് ശ്രീ പി രാജേഷ്, ഇവിടെ വീര്യം കുറഞ്ഞ മദ്യവും ഇപ്പോൾ വൈനും ബിയറും എനിക്കറിയില്ല, ബക്കാഡിയുടെ മദ്യം ഇവിടെ വിൽക്കുന്നുണ്ട് ഓൾറെഡി. ഈ പറയുന്ന 905 ബാറുകളിലും നിങ്ങൾ വന്നപ്പോൾ കൂട്ടിയ 905 ബാറുകളിലും 224 ബിയർ ആൻഡ് വൈൻ പാർലറുകളിലും ഈ മദ്യമൊക്കെ തന്നെ വിൽക്കുന്നുണ്ട്. ഈ പറയുന്ന വൻകിട കുത്തകകളുടെ മദ്യം വിൽക്കുന്നുണ്ടല്ലോ, ഇല്ലേ? പിന്നെന്താ വിൽക്കുന്നത്? തദ്ദേശീയമായി മാത്രമേ വിൽക്കുന്നുള്ളൂ. ഒരു മിനിറ്റ്, നിങ്ങളുടെ കാലത്ത് മദ്യ ഇൻഡസ്ട്രി, ലിക്കർ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് എടുത്ത നീണ്ട തീരുമാനങ്ങളുടെ ലിസ്റ്റ് ഞാൻ വായിക്കുകയാണെങ്കിൽ ഈ ബാറുകളുടെ എണ്ണം കൂട്ടിയതടക്കം, നിങ്ങൾ ബാർ ഹോട്ടലുകളുടെ സമയക്രമം നിശ്ചയിച്ചതടക്കം ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. ഇതിൽ ബക്കാടി, ഒരു മിനിറ്റ് ഞാൻ പൂർത്തിയാക്കട്ടെ, ലെറ്റ് മീ കംപ്ലീറ്റ്. ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ നികുതി നിശ്ചയിക്കുന്നതിൽ മാത്രം പെട്ടെന്നൊരു അഴിമതി എങ്ങനെയാണ് നിങ്ങൾക്ക് ഉന്നയിക്കാനാവുക? ഈ പറഞ്ഞ കാര്യങ്ങളും അഴിമതി ആരോപിക്കാമല്ലോ. അങ്ങനെയെങ്കിൽ ഞാൻ ആരോപിക്കുന്നില്ല. അങ്ങയുടെ കാലത്ത് ഇപ്പോൾ പാലക്കാട് എലപ്പുള്ളിയിൽ കൊണ്ടുവരാനിരുന്ന സ്പിരിറ്റ് നിർമ്മാണ സംവിധാനം, അതും ഈ കൃഷി സ്ഥലമേറ്റെടുത്ത് ഈ വെള്ളം ഇല്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുവന്നുള്ള വലിയ പ്രതിഷേധമുണ്ടാക്കിയതാണല്ലോ. അപ്പോൾ അതിലും അങ്ങേക്കെതിരെ അഴിമതി ആരോപിക്കാമായിരുന്നല്ലോ. ഞാൻ ആരോപിക്കുന്നില്ല. പക്ഷെ അത് അവിടുത്തെ ജനങ്ങൾ പ്രതിഷേധിച്ചു, പഞ്ചായത്ത് പ്രതിഷേധിച്ചു, അത് വേണ്ടെന്ന് വെച്ചു. അപ്പോൾ ഈ കാര്യങ്ങൾ അവിടെ ഉണ്ടാകുമ്പോൾ അഴിമതി എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായി തെളിവ് വേണ്ടേ ശ്രീ പി രാജേഷ്? നിങ്ങൾ കൊണ്ടുവന്ന ഒരു ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ അതിൽ തന്നെ അങ്ങ് പറയുന്ന ആ ചോദ്യത്തിന് ഉത്തരത്തിൽ, ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരത്തിൽ അവസാനത്തിൽ പറയുന്നുണ്ട് ഇക്കാര്യത്തിൽ വൻകിട ഡിസ്റ്റിലറിയെ ഒഴിവാക്കുന്നത് ആലോചിച്ചിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഈ പഴം പച്ചക്കറി കച്ചവടക്കാർ, കൃഷിക്കാരെ മാത്രമല്ല ഉദ്ദേശിച്ചത്, വൻകിട ഡിസ്റ്റിലറിക്കാർ വരികയാണെങ്കിൽ അവരെയും പരിഗണിക്കുമെന്നല്ലേ ആവാചകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? മൂർഖനെയാണല്ലോ ചവിട്ടിയത്.